ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പി എല്ലാം ഉണ്ട്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇന്ന് നമ്മൾ പുറത്തൊന്ന് പോകാമെന്ന് വിചാരിച്ചിട്ടാ. മഴയെല്ലാം പെയ്തല്ലേ, ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് പോയതാ. പക്ഷെ പോയിട്ട് നല്ല പണിയും കിട്ടിയിട്ടായി. മഴക്ക് മഴയെല്ലാം കുറവുണ്ട്. 2 ദിവസം നല്ല മഴ ഉണ്ടായിന്. പക്ഷേ ഇങ്ങനെ വെള്ളമെല്ലാം കെട്ടി ഫുള്ള് ബ്ലോക്കും, പിന്നെ എവിടെയും പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കേട്ടോ ഇപ്പോൾ ദുബൈയിൽ. നമ്മളിപ്പോൾ ബസ്സിലാണ് കേട്ടോ പോകുന്നുള്ളത്. ശരിക്കും എൻ്റെ കസിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ബസ്സിലെല്ലാം കയറി പോയത്. പക്ഷേ ലാസ്റ്റ് അവിടെ എത്താൻ പറ്റിയിട്ടേ ഇല്ല. പിന്നെ നമ്മളിങ്ങനെ കുറച്ച് കറങ്ങിയിട്ടെല്ലാം വന്നതാണ്. ശരിക്കും ഉദ്ദേശിച്ച കാര്യം നടന്നിട്ടുമില്ല. പിന്നെ എന്തായാലും പുറത്തേക്ക് കഴിഞ്ഞതല്ലേ, അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. നല്ല വെള്ളമാണ് കേട്ടോ. മഴയെല്ലാം കുറഞ്ഞാലും വെള്ളമൊന്നും കുറഞ്ഞിട്ടേ ഇല്ല. നല്ല വെള്ളമായിട്ട് കുറേ ഇടത്തെല്ലാം നല്ല വെള്ളം കെട്ടെല്ലാം ആയിട്ട് നല്ല ഫ്ലഡെല്ലാം ആയി എന്ന് പറയുന്നുണ്ടായിന്. ഞാൻ വീഡിയോ ഇട്ടിട്ട് തന്നെ 2 ദിവസമെല്ലാം കഴിഞ്ഞിട്ടാ. ഇങ്ങനെ മഴയെല്ലാം ആയതുകൊണ്ട് ഒരു മടിയും പിന്നെ എന്തോ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡേ ഉണ്ടായിട്ടാ. പിന്നെ ഇന്ന് എന്തായാലും പുറത്തേക്ക് പോകുന്നല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഒരു നല്ലൊരു അറബിക് പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടി ഇൻക്ലൂഡ് ആക്കിയിന് ഇതിൽ. ദുബൈയിൽ മഴ ഉണ്ടെങ്കിലും പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെയുള്ള ഒരു മഴ. ഇന്ന് 25 വർഷത്തിന് ശേഷം ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ മഴ എന്നാണ് പറയുന്നത്. നല്ല മഴയുണ്ടായിന്. 2 ദിവസം നിൽക്കാതെ മഴ പെയ്തതാണ്. പിന്നെ ഇപ്പോൾ കുറഞ്ഞു കേട്ടോ. 2 ദിവസമേ ഉണ്ടായിട്ടു മഴ. പക്ഷേ ഈ വെള്ളമെല്ലാം ഇവിടെ നിന്ന് നാട്ടിലത്തെ പോലെ അല്ലല്ലോ. ഇവിടെ നിന്ന് വെള്ളമെല്ലാം കുറയണമെങ്കിൽ കുറേ പണിയാണ്. ഇവിടെ ഫുള്ള് ബിൽഡിങ്സും അങ്ങനെയെല്ലാം ആയിട്ട് വെള്ളം കുറയാൻ കുറച്ച് പണി തന്നെയാണ്. നമ്മൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് പോകാൻ കഴിയാത്തതുകൊണ്ട് പിന്നെ അവസാനം നമ്മൾ സഹാറ സെൻറ്ററിൽ പോയിട്ടാണ്. ഷാർജ സഹാറ സെൻറ്ററിൽ. പിന്നെ അവിടെ പോയ പിന്നെ കുട്ടികളെല്ലാം കുറച്ച് എൻജോയ് ചെയ്ത് പിന്നെ സഹാറ സെൻറ്ററിൻ്റെ ഉള്ളിൽ കയറിന് കേട്ടോ. അവിടെ എന്തെങ്കിലും മാക്സിലോ അങ്ങനെയുള്ള ഓഫർ ഉണ്ടാവുമോ എന്ന് വിചാരിച്ച് ഇങ്ങനെ കയറി നോക്കിയതാണ്. മാക്സിൽ അധികം ഓഫറൊന്നും ഉണ്ടായിട്ടാ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിന്, അങ്ങനെ കുറച്ച് വാങ്ങിയതാണ്. മാക്സിൽ കയറി പിന്നെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടാ. ഇൻഷാ അല്ലാ നാട്ടിൽ പോകണം എന്നുള്ളൊരു പ്ലാനിലെല്ലാം ഉണ്ട്. ഫിക്സ് ആവണം, പോകണം എന്നല്ല വിചാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരു പർച്ചേസിങ് എല്ലാം തുടങ്ങി. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചിട്ട് തന്നെ പോകലാണ് കേട്ടോ റൂമിലേക്ക്. സഹാറ സെൻറ്ററിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ ബസ്സിൽ പോകും. ബസ്സിലെല്ലാം ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. വെള്ളം ഫുള്ളും ബസ്സിൻ്റെ അകത്തേക്ക് തന്നെ ഫുള്ളും കയറി വരുന്നു. അത്രയും വെള്ളമാണ്. ഫുള്ള് പണി കിട്ടിയ ദിവസമാണ് കേട്ടോ ഇന്ന്. അങ്ങനെ പിന്നെ റൂമിലേക്കെല്ലാം എത്തിയിട്ടാ. ഞാൻ അധികം വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിട്ടാ. ഇനി നമുക്ക് നല്ലൊരു അറബിക് പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിപ്പോൾ 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് 1/2 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. നമുക്ക് മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി പാലൊന്ന് ചൂടായി വരുമ്പോൾ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പാല് തിളക്കുന്നതിന് മുമ്പേ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇനി കുറുകി നല്ല കട്ടിയായിട്ട് വരും കേട്ടോ. ഇതുപോലെയാണോ നല്ല കട്ടിയായിട്ട് വരണം കേട്ടോ. അധികം ലൂസാവാൻ പാടില്ല. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി വേറൊരു ബൗളെടുത്ത് അതിലേക്ക് ഞാൻ കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ 100 ഗ്രാമിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 250 മില്ലി വിപ്പിംഗ് ക്രീമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി കേട്ടോ. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇത് നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ, നല്ലൊരു വെറൈറ്റി ടേസ്റ്റുള്ള പുഡിങ്. ഇത് ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ ഇത് ആ പുഡിങ് സെറ്റ് ചെയ്യാനുള്ള ആ പാത്രത്തിലേക്ക് ബ്രെഡ് സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് നമുക്ക് എത്രയാണോ ആവശ്യം, എത്ര ബ്രെഡിൻ്റെ ഇഷ്ടം, ഇത് കഴിക്കാൻ ഇഷ്ടം കൂടുതലാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 ബ്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഇങ്ങനെ ഒരു ചെറിയ ബൗളായതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കസ്റ്റർഡിൻ്റെ മിക്സ് ഉണ്ടായിട്ടേ അതൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മേളിലേക്ക്. കസ്റ്റേർഡ് മിക്സ് ചെറിയൊരു ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ബ്രെഡിലേക്ക് നല്ല സോക്കായിട്ട് വരും. കുറച്ച് ചൂടോടെ കൊണ്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കസ്റ്റർഡ് മിക്സ് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ നല്ലപോലെ കോട്ടാക്കി കിട്ടണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നട്ട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബദാമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ബദാം ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ പൊടിച്ചിട്ടിട്ടായാലും മതി. ഏത് നട്ട്സും ആണെങ്കിലും ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബദാം ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള അറബിക് ബ്രെഡ് പുഡിങ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയെല്ലാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. എല്ലാവരും എൻ്റെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.